Okay, so again, welcome back. Today, we are going to start a new topic, that is miniature painting. In the previous video, we have completed the mural paintings. The mural paintings complete ചെയ്തു, prehistoric painting complete ചെയ്തു. ഇനി നമ്മുടെ third type of painting ആണ് miniature painting. അപ്പോൾ മിനിയേച്ചർ പെയിൻറ്റിംഗ് ആണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. മിനിയേച്ചർ പെയിൻറ്റിംഗ് കുറച്ച് അത്യാവശ്യം വലിയ ഒരു മുറാൽ പെയിൻറ്റിങ്സിനെക്കാട്ടിലും കുറച്ച് അത്യാവശ്യം വലിയൊരു ടോപ്പിക്കാണ്. നമുക്കത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ പഠിച്ചുകൊണ്ട് പോകാം കഥയായിട്ട്. ഓക്കെ, സോ മിനിയേച്ചർ പെയിൻറ്റിംഗ് എന്ന് പറയുന്നത് തന്നെ അറിയാമല്ലോ, ഇതൊരു ലാറ്റിൻ വേൾഡിൽ നിന്നാണ് നമുക്ക് മിനിയേച്ചർ പെയിൻറ്റിംഗ് വരുന്നത്. ലാറ്റിൻ വേർഡായ മീനിയം, അതാണ് ഇതിൻ്റെ അർത്ഥം. ഓക്കെ, മീനിയം എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ് നമുക്ക് മിനിയേച്ചർ പെയിൻറ്റിംഗ് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ അർത്ഥം, മീനിയം എന്നതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് റെഡ് ലെഡ് പെയിൻറ്റ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതിൽ നിന്നാണ് ഇതിൻ്റെ ഒരു ഒറിജിൻ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് നമുക്ക് പോവാം. ഇതിനകത്ത് ഭയങ്കര കണ്ടീഷൻസ് ഉണ്ട്. മിനിയേച്ചർ പെയിൻറ്റിംഗ് ആകാനുള്ള 2 കണ്ടീഷൻസ് ഉണ്ട്. ഓക്കെ, എന്തൊക്കെയാണ് ആ 2 കണ്ടീഷൻസ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കണ്ടീഷൻ, നോട്ട് ലാർജർ ദാൻ 25 സ്ക്വയർ ഇഞ്ച്. എന്താണ് നോട്ട് ലാർജർ? ഇതിനെക്കാട്ടിൽ 25 സ്ക്വയർ ഇഞ്ചിനെക്കാട്ടിൽ എന്താകാൻ പാടില്ല? യെസ്, ബിഗ് ആകാനായിട്ട് പാടില്ല. ആൻഡ് ഇതാണ് ഫസ്റ്റ് കണ്ടീഷൻ. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് സബ്ജക്റ്റ് ഓഫ് ദ പെയിൻറ്റിങ്. അപ്പം അതിനകത്തൊരു സബ്ജക്റ്റ് കാണുമല്ലോ പെയിൻറ്റിങ്ങിന്. അപ്പോൾ ആ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഷുഡ് ബി പെയിൻറ്റഡ് ഇൻ നോട്ട് മോർ ദാൻ, അപ്പോൾ അത് പെയിൻറ്റ് ചെയ്യണം. സബ്ജക്റ്റ് ഓഫ് ദ ഇത് പെയിൻറ്റ് ചെയ്യേണ്ടത് എന്താണ്? നോട്ട് മോർ ദാൻ 1/6 എന്നാണ് പറയുന്നത്. 1/6 ആക്ച്വൽ സൈസിൻ്റെ ഇതിൽ നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, 1/6 പോർഷനാണ് ആ സബ്ജക്റ്റ് കാണാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ ആ സബ്ജക്റ്റ് കാണാനായിട്ട് പാടില്ല. അപ്പോൾ ഇതാണ് മിനിയേച്ചർ പെയിൻറ്റിങ്ങിൻ്റെ അർത്ഥം. ഓക്കെ, മെയിനായിട്ടും കണ്ടീഷൻസ് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ദെൻ മിനിയേച്ചർ പെയിൻറ്റിംഗ് എന്ന് പറയുന്നത് മിനിയം എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിൽ നിന്നും ഒറിജിൻ ആയതാണ്. ഇറ്റ് മീൻസ് റെഡ് ലെഡ് പെയിൻറ്റ്. 2 കണ്ടീഷൻസ് ഉണ്ട്, അതായത് ലാർജർ ദാൻ 25 സ്ക്വയർ ഇഞ്ച്, സബ്ജക്റ്റ് വരുന്നത് 1/6 മാത്രമേ പാടുള്ളൂ, അതിൽ കൂടുതൽ പോകാനായിട്ട് പാടില്ല. ഓക്കെ, സോ ഇനി നമുക്ക് ഫസ്റ്റ് ടൈപ്പ് ഓഫ് മിനിയേച്ചർ പെയിൻറ്റിങ്സ് പോകാം ഇന്ത്യയിൽ. ഓക്കെ, സോ ദ ഫസ്റ്റ് ടൈപ്പ് ഓഫ് മിനിയേച്ചർ പെയിൻറ്റിങ് നമുക്ക് പാലാ സ്കൂളിലാണ് നമുക്ക് ഇന്ത്യയിൽ ആദ്യമായിട്ട് കാണാനായിട്ട് പറ്റുന്നത്. ഇതിനെ നമുക്ക് ഈസ്റ്റേൺ ഇന്ത്യൻ ആർട്ട്, പാലാ സ്കൂൾ ഓഫ് പെയിൻറ്റിങ്ങിനെ ഈസ്റ്റേൺ ഇന്ത്യൻ ആർട്ട് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ആൻഡ് ഇനി ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് മറ്റേ മാന്യൂസ്ക്രിപ്റ്റ്സ് ഇല്ലേ, പനയോലകളിൽ, അതിലാണ് പാം ലീഫിലാണ് ഈ ഒരു പെയിൻറ്റിങ്സ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. പാം ലീഫിൽ വെല്ലം പേപ്പർ എന്ന് പറയുന്നൊരു പേപ്പറുണ്ട്, അതിലാണ് നമുക്ക് ഈ പെയിൻറ്റിങ്സ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇതൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഭയങ്കര വലിയൊരു പ്രത്യേകതയാണ്. ഓക്കെ, പെയിൻറ്റിങ്സിനെ കുറിച്ചാണ് ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ
പെയിൻറ്റിങ്സിൻ്റെ ഫീച്ചേഴ്സ് കഴിഞ്ഞിട്ട് നമുക്ക് ലൊക്കേഷനൊക്കെ പോകാം. പിന്നെ ഓക്കെ, ഇതാണ്. പിന്നെ ഇതിൻ്റെ പെയിൻറ്റിങ് എന്ന് പറയുന്നത് ഭയങ്കര നാച്ചുറലായിട്ടാണ് തോന്നുന്നത്. നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് തോന്നുന്നില്ല, ഭയങ്കര നാച്ചുറലും. പിന്നെന്താ, സിംഗിൾ ഫിഗേഴ്സിനാണ് കൂടുതലും എംഫസിസ് കൊടുക്കുന്നത്. ഏതിനാണ്? സിംഗിൾ ഫിഗേഴ്സിനാണ് കൊടുക്കുന്നത്. ഗ്രൂപ്പ് പെയിൻറ്റിങ്സിനല്ല, സിംഗിൾ ഫിഗേഴ്സിനാണ് ഇതിന് മെയിനായിട്ടും കൊടുക്കുന്നത്. ഓക്കെ, സോ ഇതാണ് പോയിൻ്റ്. ഇനി നമുക്ക് ഇത്രയേ ഉള്ളൂ ഏകദേശം ഇതിൻ്റെ പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. പാലാ സ്കൂളിൽ ഈസ്റ്റേൺ ഇന്ത്യൻ ആർട്ട്, പാം ലീഫ് വെല്ലം പേപ്പറിൽ എഴുതുന്നു, നാച്ചുറലാണ്, സിംഗിൾ ഫിഗേഴ്സിനാണ് കൂടുതലും എംഫസിസ് കൊടുക്കുന്നത്. ഇനി നമുക്ക് തീംസ് വരാം. എന്തൊക്കെ തീംസിലാണ് പാലാ സ്കൂള്? പേര് പോലെ നിങ്ങൾക്ക് കേട്ട ഒരു ഐഡിയ കിട്ടുക. പക്ഷേ ഇത് മെയിൻലി എന്ത് തീമാണ്? ബുദ്ധിസ്റ്റ് തീമാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. സോ ബുദ്ധിസ്റ്റാണ്. ഓക്കെ, ബുദ്ധിസ്റ്റ് തീംസാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ്, ഇത് ഭയങ്കരമായിട്ടും ഫ്ലറിഷ് ചെയ്ത കുറച്ച് സ്ഥലങ്ങളുണ്ട്. അതും ബുദ്ധിസ്റ്റ് മൊണാസ്ട്രിയിലാണ് ഇത് ഫ്ലറിഷ് ചെയ്തിരിക്കുന്നത്. അതായത് നളന്ദ, ഇതൊക്കെ മൊണാസ്ട്രീസാണ് ബുദ്ധിസ്റ്റിൻ്റെ. ദെൻ ഒഡാൻടപുരി, പിന്നെ വിക്രമശില, പിന്നെ സോമരൂപ. അങ്ങനെ ഈ മൊണാസ്ട്രീസിൽ ഒക്കെയാണ് എന്തായിരിക്കുന്നത്, ഇത് ഫ്ലറിഷ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനിയും നമുക്ക് പ്രസൻറ്റ് ഡേയിൽ ഇത് കാണാൻ പറ്റുന്നത് ബീഹാറിലും വെസ്റ്റ് ബംഗാളിലുമാണ്. വെസ്റ്റ് ബംഗാളാണ് നമുക്ക് ഈ ടൈപ്പ് ഓഫ് പെയിൻറ്റിങ്സ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. പിന്നെ ഈ ഒരു സ്റ്റൈല്, ഈ പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് ലേറ്റർ സ്പ്രെഡ് ചെയ്തു മറ്റ് കൺട്രീസിൽ, നമ്മുടെ നെയ്ബറിങ് കൺട്രീസിലും സ്പ്രെഡ് ചെയ്തു. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ നേപ്പാൾ, ടിബറ്റ്, ബർമ്മ, പിന്നെ ശ്രീലങ്ക, ഇത്രയും സ്ഥലങ്ങളിൽ ഇത് ഭയങ്കരമായിട്ടും സ്പ്രെഡും ചെയ്തു. ഓക്കെ, ദിസ് ആർ ദ ബുദ്ധിസ്റ്റ് റൂളേഴ്സാണ് കേട്ടോ ഈ ടൈപ്പ് ഓഫ് പെയിൻറ്റിങ് ഭയങ്കരമായിട്ടും കൊണ്ടുവന്നതും പേട്രണൈസ് ചെയ്തതും. അവർ കാരണമാണ് ഈ ഒരു ടൈപ്പ് ഓഫ് പെയിൻറ്റിങ് ശരിക്കും നിലവിൽ വന്നത്. സോ ഇതാണ് പാലാ സ്കൂളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നതും ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നതും. ഈസ്റ്റേൺ ഇന്ത്യൻ ആർട്ട്, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അതിൻ്റെ ഭയങ്കര പ്രശസ്തിയായിരുന്ന പേരാണ് ഈസ്റ്റേൺ ഇന്ത്യൻ ആർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് മിനിയേച്ചർ പെയിൻറ്റിങ്. സോ അടുത്ത ടൈപ്പ് ഓഫ് പെയിൻറ്റിങ് മിനിയേച്ചർ പെയിൻറ്റിങ് ആണ് അപഭ്രംസ സ്കൂൾ. ഓക്കെ, അപഭ്രംസ സ്കൂളിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഇതിനെ വേറൊരു പേരും കൂടെ വിളിക്കാം. ഇതിനെ മോസ്റ്റ് പ്രോബബ്ലി വിളിക്കുന്നത് വെസ്റ്റേൺ കൗണ്ടർ പാർട്ട് ഓഫ് പാലാ സ്കൂൾ. മീൻസ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. പാലാ സ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമുക്ക് അപഭ്രംസ കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, ആൻഡ് ഇത് നമുക്ക് രണ്ട് റീജൻസിലാണ് നിലവിൽ, ദാറ്റ് ഈസ് ഇൻ ഗുജറാത്ത് ആൻഡ് രാജസ്ഥാനിലാണ് ദിസ് ടൈപ്പ് ഓഫ് പെയിൻറ്റിങ് ഈസ് വെരി പ്രോമിനൻറ്റ്. ഓക്കെ, ദെൻ ഇതാണ് മെയിൻ 2 പോയിൻറ്റ്സ്. ഇനി 2 സെക്ഷനായിട്ടുണ്ട്. ഇത് 2 ഫേസസ് ആയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് ഓൾഡും ലേറ്ററും. ഓക്കെ, ആൻഡ് ഇതിനകത്ത് ബുദ്ധിസ്റ്റ് അല്ല, കാരണം ഇതും പാം ലീഫിൽ തന്നെയാണ്
എഴുതപ്പെട്ടിരുന്നത് പഴയ കാലത്ത് പാം ലീഫിലായിരുന്നു. പക്ഷെ ബുദ്ധിസ്റ്റിന് പകരം ജെയിൻ ഐക്കോണോഗ്രഫിയാണ് മെയിനായിട്ടും നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, ലേറ്റർ പീരിയഡിൽ ഇതെന്ത് പറ്റി? ഇത് പേപ്പറിലായി. നേരത്തെ പാം ലീഫിലാണെങ്കിൽ പിന്നെ അത് കഴിഞ്ഞപ്പം പേപ്പറിലായി. പിന്നെ ഇത് തീംസ് എന്ന് പറയുന്നത് ഗീത ഗോവിന്ദ, പിന്നെന്താണ് ബൾജിങ് ഐസ്, ഇങ്ങനത്തെ തീംസൊക്കെയാണ് മുന്നോട്ട് കൊണ്ടുവന്നത്. ബൾജിങ് ഐസ്, പിന്നെ ഭയങ്കരമായിട്ടും ഡെക്കറേറ്റഡ് ആയിട്ടുള്ള ഡ്രസ്സസ്, ഇതൊക്കെയായിരുന്നു പിന്നെ ഇത് വന്നത്. ഭയങ്കര ഒത്തിരി പ്രോമിനൻസ് നേടിയിട്ടില്ല, എന്നെങ്കിലും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്കൂൾ തന്നെയായിരുന്നു അബുബ്രംസ സ്കൂൾ എന്ന് പറയുന്നത്. ദെൻ വി ഹാവ്, പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ ഇന്ത്യയിൽ വന്ന അടുത്ത പീരീഡായിരുന്നു ഡൽഹി സൾട്ടനേറ്റ്. ഓക്കെ, സോ ഡൽഹി സൾട്ടനേറ്റിലെ കാലഘട്ടത്തിലെ പെയിൻറ്റിങ്സിൽ നമുക്ക് ഇന്ത്യൻ പ്ലസ് പേർഷ്യൻ ഈ 2 ടൈപ്പ് ഓഫ് എലമെൻറ്റ്സ് നമുക്ക് കാണാനായിട്ട് പറ്റും ഈ കാലഘട്ടത്തിൽ വന്ന പെയിൻറ്റിങ്സിന്. ആൻഡ് ഇത് മാന്യൂസ്ക്രിപ്റ്റ്സിലായിരുന്നു ഈ ഒരു ടൈപ്പ് ഓഫ് പെയിൻറ്റിങ്സ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ആൻഡ് എന്താണ് ഒരു ലൈക്ക് ഷാനാമ എന്ന് പറയുന്നൊരു ബുക്കുണ്ട്. ഇത് ബുക്ക് ഓഫ് കിങ്സ് എന്നാണ് ഇതിനറിയപ്പെടുന്നത്. ഓക്കെ, സോ ഇതിനകത്തെ കുറച്ച് പെയിൻറ്റിങ്സും കാണാനായിട്ട് പറ്റുന്നത് ലൈക്ക് പേർഷ്യൻ ലവ് സ്റ്റോറീസ്, അങ്ങനത്തെ കുറച്ച് തീംസ് നമുക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഈ ഒരു പീരീഡിൽ ലോധി കുലാഡാർ സ്റ്റൈൽ ഓഫ് പെയിൻറ്റിങ്ങും ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, അതും ഭയങ്കര പ്രോമിനൻ്റ് ആയിട്ട് നേടിയ ഒരു ഇതാണ്. സോ യാ, ദീസ് ഓൾ ആർ അബൌട്ട് ഡൽഹി സൾട്ടനേറ്റിനെ പറ്റി അത്ര വലിയ ഇതൊന്നുമില്ല. പിന്നെ ലേറ്റർ പീരീഡിലൊക്കെ ഇതായി, പക്ഷേ പെയിൻറ്റിങ്ങിൻ്റെ ആ ജനീത്തിലെത്തിയ കാലഘട്ടമൊന്നും അല്ലായിരുന്നു. നമുക്ക് കുറച്ച് അത്യാവശ്യം എണ്ണാൻ പാകത്തിനുള്ള അങ്ങനെ ഫേമസ് പെയിൻറ്റിങ്സ് ഒന്നും കാണാൻ പറ്റുന്നില്ല. ഓക്കെ, ജസ്റ്റ് പേർഷ്യനും ഇന്ത്യൻ എലമെൻസും കൂടെ മിക്സ് ചെയ്ത് കുറച്ച് പെയിൻറ്റിങ്സ് നമുക്ക് കാണാനായിട്ട് പറ്റും എന്നുള്ളതേ ഉള്ളായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ടൈപ്പ് ഓഫ് പെയിൻറ്റിങ് പോകാം. ദാറ്റ് ഈസ് മുഗൾ എറ. ഞാൻ സ്റ്റാർട്ട് ചെയ്ത് വെക്കാം ജസ്റ്റ് ബിക്കോസ് മുഗൾ എറയിലെ പെയിൻറ്റിങ്സ് ഓരോ കിങ്സിൻ്റെ പെയിൻറ്റിങ്സ് ആയിട്ട് ഉണ്ട്. അപ്പം അത് നമുക്ക് പറഞ്ഞു പോകാൻ കുറച്ച് ഡെപ്ത് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോ ചെയ്യാം. ജസ്റ്റ് ഐ സ്റ്റാർട്ട് വിത്ത് മുഗൾ എറ. മുഗൾ എറയെ കുറിച്ച് ഞാൻ പറഞ്ഞു വെക്കാം. ഓക്കെ, ഓക്കെ. അപ്പം മുഗൾ എറയിൽ എന്താണ് കൂടുതലും ഇന്ത്യൻ എലമെൻറ്റ്സ് അല്ല, കൂടുതലും ഇവർ പേർഷ്യൻ എലമെൻറ്റ്സ് ആണ് വരുത്തിയത്. പേർഷ്യനാണ് ഇവർക്ക് കൂടുതലും കണ്ടത്. അതുപോലെ തന്നെ പെയിൻറ്റിങ്സ് ഭയങ്കര നാച്ചുറലായിട്ട് തോന്നും, ലൈക്ക് റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് തോന്നാനായിട്ട് പറ്റും. ആൻഡ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ മതങ്ങളെയും ഉൾപ്പെടുത്തി എന്ന് പറയുന്നതാണ്. ഇപ്പം ഡൈവേഴ്സിറ്റി ഉണ്ടായിരുന്നു. എന്തായിരുന്നു റിലീജിയസ്,
തീംസ് ഉണ്ടായിരുന്നു. ദെൻ വേറൊരു പ്രത്യേകത, നോ പോർട്രയൽ ഓഫ് ഗോഡ്. ദൈവത്തെ ആയിട്ട് ബന്ധപ്പെടുത്തി ഒരു പെയിൻറ്റിങ്സും കൂടെ ഇല്ലായിരുന്നു. അപ്പോൾ എന്തായിരുന്നു ഇവരപ്പം നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഡൗട്ട് വരും, അപ്പോൾ എന്തോ പെയിൻറ്റിങ്സാണ് ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം രാജ്യസഭയിൽ നടത്തുന്ന മീറ്റിങ്സിൻ്റെയൊക്കെ ആ കോർട്ട് ഇവൻസിൻ്റെ പെയിൻറ്റിങ്സ്, പിന്നെ രാജാവ് ഇപ്പം ഹണ്ടൊക്കെ ചെയ്യാൻ പോകത്തില്ലേ, അപ്പോൾ അങ്ങനത്തെ ഹണ്ടിങ് സീൻസ്, പിന്നെ എന്തെങ്കിലും ഹിസ്റ്റോറിക്കൽ സീൻസ്, പണ്ട് കാലത്ത് നടന്ന കഥകൾ കേട്ട് അങ്ങനത്തെ ഹിസ്റ്റോറിക്കൽ ഇവൻസിൻ്റെ സീൻസ്, അതൊക്കെയാണ് ഇവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, ഇനിയിങ്ങനെ എന്താണ്, ഓബ്ജക്ട്സ് വേ ഡ്രോൺ ലൈക്ക് ഫോർ ഷോർട്ടനിങ് ഓബ്ജക്ട്സ് എന്ന് പറയുന്ന എന്താ പറയുക, ഇപ്പം ഫോർ ഷോർട്ടനിങ് ഓബ്ജക്ട്സ്, അതായത് ലൈക്ക് ഇപ്പം നമ്മൾ ദൂരെ നിന്ന് ഇപ്പം എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ സീൻ നമുക്ക് കാണുകയാണ്. അപ്പം ആ ഒരു സീൻ ഇവർ ചെയ്യുന്നത് എങ്ങനെയാണോ, ഡ്രോ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കത് ഭയങ്കര ക്ലോസറായിട്ട് ഫീൽ ചെയ്യും, നമ്മളത് അടുത്തുനിന്ന് കാണുന്നതായിട്ട് ഫീൽ ചെയ്യും. പക്ഷെ അത് ഭയങ്കര ദൂരെയുള്ള ഒരു സീനിനെ കുറിച്ചുള്ള വരയായിരിക്കും, പക്ഷെ അത് നമുക്ക് ഭയങ്കര ക്ലോസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഡ്രോയിങ് ആണ് മുഗളെറയിലെ ഒരു ഇത് കാണിക്കുന്നത്. ആൻഡ് ഹുമായൂൺ അറിയാമല്ലോ, ഒരു എംപററാണ് മുഗൾ എറയുടെ. അപ്പോൾ ഹുമായൂൺ 2 ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു തൻ്റെ കോർട്ടിലേക്ക്, അതും ഇറാനിൽ നിന്ന്. ജസ്റ്റ് ഞാൻ അവരുടെ പേരൊന്ന് മെൻഷൻ ചെയ്തേക്കാം. ദാറ്റ് ഈസ് അബ്ദുസ് സമാദും മിർ സയ്യദ് അലിയും എന്ന് പറയുന്ന 2 ആർട്ടിസ്റ്റാണ്, പെയിൻറ്റേഴ്സ് കോർട്ടിലേക്ക് കൊണ്ടുവന്നു. ഇവർ എവിടെ നിന്നാണ്, ഇറാനിൽ നിന്നും കൊണ്ടുവന്ന കോർട്ടിലേക്ക്, മുഗൾ സ്റ്റൈൽ. അപ്പം ഇവർ മുഗൾ സ്റ്റൈൽ ആർട്ടിസ്റ്റ് എന്നറിയപ്പെടുന്നത് പോലെ ഭയങ്കര നല്ല രീതിക്ക് ഇവർ വരയ്ക്കുമായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് മുഗൾ എറയിലെ ഫുൾ പെയിൻറ്റിങ്സിൻ്റെ പ്രത്യേകത. ഇനിയിപ്പോൾ നമ്മൾ അക്ബറിൻ്റെ കാലഘട്ടത്ത് എന്തൊക്കെ പെയിൻറ്റിങ്സ് ഉണ്ട്, അതുപോലെ തന്നെ ജഹാംഗീറിൻ്റെ, ഷാജഹാൻ, ഔറംഗസീബ്, ഇങ്ങനെ ഇവരുടെയൊക്കെ കാലഘട്ടത്തിൽ പെയിൻറ്റിങ്സ് എന്തൊക്കെയാണ് പ്രത്യേകതകൾ, ഫേമസ് പെയിൻറ്റിങ്സ് എന്തെങ്കിലും ഉണ്ടോ, ഇതൊക്കെ നമ്മൾ അടുത്ത പാർട്ടിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഇതുവരെ എനിക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. So thank you for watching the video. See you soon.